വെൽക്കം ടു സിനിമാട്ടോമാൻ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം സിനിമയാണ്. നമുക്കറിയാം, ഒരു മൂവി പ്രോജക്റ്റ് ഓൺ ചെയ്യണമെങ്കിൽ അതിനകത്ത് സ്ക്രീൻ പ്ലേയുടെ പ്രാധാന്യം വളരെ വലുതാണ്. നമുക്ക് ആക്ടേഴ്സിനോടും ടെക്നീഷ്യന്മാരോടും പ്രൊഡ്യൂസേഴ്സിനുമൊക്കെ പ്രോജക്റ്റ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നിലവാരത്തോടുകൂടി, ഏറ്റവും പ്രൊഫഷണലായിട്ട് സ്ക്രീൻ പ്ലേ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ആ സബ്ജക്റ്റിനെ ഒരു സ്റ്റോറിയാക്കി ഡെവലപ്പ് ചെയ്യുന്നു. അവിടെ നിന്ന് അതിനെ വൺലൈനാക്കി ഒരു സ്ക്രീനിലുള്ള ആർക്കിടെക്ചറൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് സ്ക്രീനിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ നേരത്തേക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് സ്ക്രീൻ പ്ലേ എങ്ങനെ ചെയ്യാം? നമുക്കറിയാം, സിനിമ കണ്ടെത്തിയ കാലം മുതലേ പരമ്പരാഗതമായിട്ട് ഈ വെള്ള പേപ്പറിൽ നടുക്കൊരു ലൈൻ വരച്ചിട്ട് ലെഫ്റ്റ് റൈറ്റ് അതായത് ഇൻവിസിബിളി ഈ നമ്മുടെ പേപ്പറൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ലെഫ്റ്റ് റൈറ്റ് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ വൺ സൈഡിൽ ഡിസ്ക്രിപ്ഷനും മറ്റേ സൈഡിൽ ഡയലോഗ്സും എഴുതി ഈ രീതിയിലായിരുന്നു സ്ക്രീൻ പ്ലേ എഴുതി പോന്നുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് ഈ നവകാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴത്തേനും അതേതാണ്ട് കുറച്ചൊക്കെ കമ്പ്യൂട്ടറുകളിലേക്ക് മാറി. പഴയ രീതി എഴുതി പോകുന്ന ആളുകൾ ഓരോരുത്തരുടെ ക്രിയേറ്റീവ് ഔട്ട്പുട്ട് ഏത് രീതിയിലാണോ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നത് ആ ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ കുറച്ച് ആളുകളൊക്കെ ഇപ്പോഴും കൈപ്പടയിൽ തന്നെയാണ് ഇതൊക്കെ എഴുതുന്നത്. പക്ഷേ യുവതലമുറ ഏതാണ്ട് കമ്പ്യൂട്ടറിലേക്കും മറ്റ് ടാബ്ലറ്റുകളിലൊക്കെ ഈ പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം കുറച്ച് കൂടുതൽ കൺവീനിയൻ്റ് ഉണ്ട് പല കാര്യങ്ങളും. നമ്മൾ സ്ക്രീൻ പ്ലേ ഒക്കെ പിടിച്ചുകൊണ്ട് ദൂരയാത്രകളൊക്കെ നടത്തി കഴിയുമ്പോൾ പലപ്പോഴും പേജസിനൊക്കെ ഡാമേജ് വരാനും പിന്നെ ഈ ഒരു ഫുൾ ബോണ്ടഡ് ഫയലൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം വരും. ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ഡാമേജൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രസൻറ്റേഷനെ ബാധിക്കും. പക്ഷേ ഏറ്റവും വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നമുക്ക് കമ്പ്യൂട്ടറൊക്കെ ഓൺ ചെയ്ത് വെച്ച് ലാപ്ടോപ്പൊക്കെ ഓൺ ചെയ്ത് വെച്ച് വിശദമായിട്ട് കാര്യങ്ങൾ നമുക്ക് ചില പിക്ചേഴ്സ് എടുക്കാം, ചില ആനിമേറ്റഡ് കോൺസെപ്റ്റുകളൊക്കെ ഉൾപ്പെടെ നമുക്ക് പ്രൊഡ്യൂസേഴ്സിനടുത്തും ആക്ടേഴ്സിനടുത്തൊക്കെ പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കും. കഥ എന്ത് തന്നെയാണെങ്കിലും സ്ക്രീൻ പ്ലേ ആണ് സിനിമയുടെ സോൾ എന്ന് പറയുന്നത്. സ്ക്രീൻ പ്ലേക്കകത്താണ് സിനിമ എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം, ആരൊക്കെ ഉണ്ടായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കുന്നത്. സോ അതിൻ്റെ പ്രസൻറ്റേഷൻ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഐഫോണിൽ ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നതാണ് ഐഫോണിലെ പേജസ് എന്ന ആപ്ലിക്കേഷൻ. സോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വൺസ് അഗെയിൻ വെൽക്കം ടു സിനിമാട്ടോമാൻ. ഇതാണ് ഐഫോണിലെ പേജസ് എന്ന ആപ്ലിക്കേഷൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് റീസെൻ്റായിട്ട് ചെയ്തിട്ടിരിക്കുന്ന ഫയൽസൊക്കെയാണ്. നമുക്ക് ഏറ്റവും ടോപ്പിൽ ഫസ്റ്റിൽ കിടക്കുന്ന പ്ലസ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് ചൂസ് എ ടെംപ്ലേറ്റ്സ് അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ധാരാളം ടെംപ്ലേറ്റ്സ് കാണും. പോസ്റ്റുകളും ഗ്രീറ്റിംഗ് കാർഡ്സുകളും പോസ്റ്റേഴ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെംപ്ലേറ്റ്സ്. അത് നമുക്ക് ബ്ലാങ്ക് പേജ് നമുക്ക് ചൂസ് ചെയ്യാം. ബ്ലാങ്ക് പേജ് ഓണാക്കി വന്നിരിക്കുകയാണ്. ബ്ലാങ്ക് പേജിൽ നമുക്കിത് കഴ്സർ മിന്നുന്നത് കാണാം. കീബോർഡ് ഓപ്പൺ ആണ്. ഇനി നമുക്ക് ആ ടോപ്പിലെ പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മേളിൽ 3-4 ഓപ്ഷൻസ് ഉണ്ട്. അതിന് നമുക്ക് ഇൻസേർട്ട് ടേബിൾ ചൂസ് ചെയ്യാം. ടോപ്പിൽ ക്ലിക്ക് ചെയ്തു. ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ടേബിൾസ് ഇവിടെ കാണാൻ പറ്റും. അതിൽ നമുക്ക് രണ്ടാമത്തെ അതിൽ നമുക്ക് ഒരു ടേബിൾ വന്ന് കഴിയുമ്പോൾ ഡ്രാഗ് ചെയ്ത് താപ്പോട്ടാക്കിയിട്ട് നമുക്ക് അതിന് എത്ര കോളം വേണം, എത്ര നമ്പേഴ്സ് ഓഫ് കോളം വേണം, റോ വേണം ചൂസ് ചെയ്യാം. കോളം 2 എണ്ണം മതി. റോ എത്ര എണ്ണം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1 എണ്ണം മതി. ഇനി നമുക്ക് ആ പേജിലേക്ക് അതിനെ വലിച്ചിട്ട് കഴിയുമ്പോൾ കണ്ടില്ലേ, ലെഫ്റ്റ് റൈറ്റ് നമുക്ക് 2 ഡയലോഗ് ബോക്സസ് പോലെ നമുക്ക് കിട്ടും. 2 ടെക്സ്റ്റ് ബോക്സ് പോലെ നമുക്ക് കിട്ടും. ഈ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് നമുക്ക് 2ആയിട്ട് സെലക്ട് ചെയ്യാം. ഇനി മൊത്തത്തിൽ ഒരു ഡയലോഗ് ബോക്സ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ നെക്സ്റ്റ് പേജിലേക്ക് ഇത് കോപ്പി ചെയ്തിട്ടാൽ മതിയായിരിക്കും. കണ്ടില്ലേ, നമുക്കിനി ഇവിടുന്ന് എഴുതി തുടങ്ങാം. നമുക്ക് സാധാരണഗതി സ്ക്രീൻ പ്ലേ ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത്? ഫസ്റ്റ് കോളത്തിൽ ഡിസ്ക്രിപ്ഷൻ, എന്താണ് നടക്കാൻ പോകുന്ന സീൻ എന്നാണ് നമുക്ക് ഡിസ്ക്രിപ്ഷനകത്ത് ഉദ്ദേശിക്കുന്നത്. ടോപ്പിൽ നമുക്ക് ഓരോ കോളത്തിൽ പേരെഴുതി ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്തു. അത് നമുക്ക് സെൻറ്റർ അലൈൻമെൻറ്റ് ചെയ്യാം. ഈ കാണുന്ന ഫോണ്ട് വേണേൽ ബോൾഡ് ആക്കാം. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ കോളം സെലക്ട് ചെയ്തിട്ട് അവിടെ ഡയലോഗ് ടൈപ്പ് ചെയ്യാം. അത് സെൻറ്റർ അലൈൻമെൻറ്റ് ചെയ്യാം.
വളരെ സിമ്പിളാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. കേട്ടില്ലേ, നമ്മുടെ ഫോണിൻ്റെ അകത്ത് നമുക്ക് നോർമലി സ്ക്രീൻ പ്ലേ എഴുതുന്ന പോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ്. ഇതിന് നമുക്ക് പേജ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് കൊടുത്തിരിക്കുന്ന ഫോണ്ടിൻ്റെ വലിപ്പം കൂട്ടാം, അത് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈന് പല സ്റ്റൈലുകളിലാക്കാം, പല ഫോമാറ്റിൽ നമുക്ക് ചെയ്യാം. നമ്പേഴ്സും ഒക്കെ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ കോളംസ് ആഡ് ചെയ്യാം, ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. മേലത്തെ പ്ലസ് ഐക്കൺ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ക്രീൻ പ്ലേക്കകത്ത് ഫോട്ടോസും കാര്യങ്ങളും ആഡ് ചെയ്യാൻ ജസ്റ്റ് ഇത് ഗാലറിയാണ് ഓപ്പൺ ആയി വരുന്നത്. ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് എഴുതി തുടങ്ങാം. സീനാണെങ്കിലും ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ചെയ്തിട്ടിരിക്കുന്ന സ്ക്രീൻ പ്ലേ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ഇതുവരെ 300-320 പേജുള്ള സ്ക്രീൻ പ്ലേ ഇത് വെച്ചിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ കാണുന്നത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ആണ്. ഇത് ഒരു 14-15 പേജ് ഏതാണ്ട് വരുന്നുള്ളൂ. കംപ്ലീറ്റ് മലയാളത്തിലാണ്. നമുക്കിവിടെ കൈതട്ടിപ്പോലും തെറ്റാതിരിക്കാനായിട്ട് ഫൈനലി നമുക്ക് ലോക്ക് ചെയ്തിടാൻ പറ്റും. സ്ക്രീൻ കണ്ടില്ലേ, പേജ് ലോക്ക് ചെയ്യാം. അവിടെ നമുക്ക് ഷെയർ ചെയ്യാൻ വേണമെങ്കിൽ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നത് ഇതുപോലെ ഏത് ഫോമാറ്റിൽ വേണം ആ ഫോമാറ്റിൽ PDF സെലക്ട് ചെയ്യാം. അവിടുന്ന് നമുക്ക് കൺവേർട്ട് ആയി കഴിയുമ്പോൾ ആ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിൽ നമുക്ക് അയക്കാം, അല്ലെങ്കിൽ മെയിൽ അയക്കാം, എയർ ഡ്രോപ്പ് ചെയ്യാം. വളരെ സിമ്പിളാണ് ഈ പേജസ് ഉപയോഗിക്കാൻ. നമുക്ക് പ്രസൻറ്റേഷൻ ടൈമിൽ ഇതുപോലെ ടാബിലൊക്കെ എടുത്തിട്ട് നമുക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും ആക്ടേഴ്സിൻ്റെ അടുത്തും നമ്മുടെ ടെക്നിക്കൽ ടീമിൻ്റെ അടുത്തുമൊക്കെ നമുക്ക് ഭംഗിയായിട്ട് പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെ തിരക്കഥ എഴുതി ഫോണിലൊക്കെ സൂക്ഷിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു വാക്ക് പോലും, ഒരു പേപ്പർ പോലും ഒരിക്കലും ഡാമേജ് വരില്ല, ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല എന്ന കോൺഫിഡൻസ് നമുക്കുണ്ട്. മാത്രമല്ല പെട്ടെന്ന് നമുക്ക് ആക്ടേഴ്സിനും മറ്റു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനും ടെക്നീഷ്യൻസിനൊക്കെ നമുക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മേൽ പറഞ്ഞ പോലെ നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നമുക്കിത് എഴുതാൻ സാധിക്കും. പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യാത്രയിലോ, ട്രെയിൻ യാത്രയിലോ, ബസ് യാത്രയിലോ, ഫ്ലൈറ്റ് യാത്രയിലോ അതിൽ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴും സമയം നമുക്ക് അനുവദിക്കുമ്പോഴൊക്കെ ഡിജിറ്റലി ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു പകുതി എഴുതി നിർത്തിയെങ്കിൽ അവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഇടയ്ക്ക് എന്തെങ്കിലും കറക്ഷൻ ചെയ്യാൻ അത് ചെയ്യാം. നമുക്കൊരു പേജസ് മാത്രം കോപ്പി എടുത്ത് അങ്ങോട്ട് വയ്ക്കണം ഇങ്ങോട്ട് വയ്ക്കണമൊക്കെ സാധിക്കും. പല കാര്യങ്ങളും ഗംഭീരമായിട്ട് നമുക്ക് ചെയ്യാനും ഏറ്റവും ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ചെയ്യാനും നല്ല രീതിയിൽ പ്രോജക്റ്റ് കൊണ്ടു നടക്കാനും അത് പ്രസൻറ്റ് ചെയ്യാനും പിന്നെ ഇത് എത്ര നാളിരുന്നാലും അവിടെ തന്നെ ഇരുന്നോളും. നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്താണോ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്ത് വെക്കാനും കമ്പ്യൂട്ടറിനേക്കാൾ ഒരു സ്റ്റെപ്പ് നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും പറ്റും. ഒരു ബസ് യാത്രയിലും ട്രെയിൻ യാത്രയിലൊക്കെ തിരക്കിനിടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറൊന്നും ഓപ്പൺ ചെയ്ത് വെച്ച് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫോണിലാണെങ്കിലോ വളരെ ഗംഭീരമായിട്ട് ബാറ്ററി ബാക്കപ്പും കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങളാരും എനിക്ക് ഐഫോൺ ഇല്ലേ എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആൻഡ്രോയിഡ് ഫോണുകളിലും MS വേർഡിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ രീതിയിൽ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ സാംസങ് നോട്ട് ഉപയോഗിച്ചും ഈ രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. സാംസങ് നോട്ടിൽ എക്സ്ട്രാ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യണം, ഈ സ്ക്രീൻ പ്ലേ ലെഫ്റ്റ് റൈറ്റ് പേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കതിൽ ഗംഭീരമായിട്ട് സ്ക്രീൻ പ്ലേ എഴുതാവുന്നതാണ്. സോ വരും വീഡിയോകൾക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. താങ്ക് യു.